ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ ഗ്ലോബലി അമേരിക്കയിലെ 2 ഇൻഡെക്സുകൾ ഒഴികെ മറ്റെല്ലാ ഇൻഡെക്സുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ, ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം ഇന്നലെ അമേരിക്കയിൽ US ഫെഡ് ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ് ഡൗ ജോൺസ് ഇൻഡെക്സിലും അതുപോലെ തന്നെ റസൽ 2000 ഇൻഡെക്സിലൊക്കെ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കണ്ടത്. റസൽ 2000 ഇൻഡെക്സ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സ് 4-year ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. US ഫെഡ് ചെയർമാൻ ജെറോം പവൽ പറഞ്ഞിരിക്കുന്നത് ഈ മാസം നടക്കുന്ന US ഫെഡിൻ്റെ മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചേക്കും എന്ന തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനുശേഷമാണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പുതിയ 4-year ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം അമേരിക്കയിൽ ഇന്നലെ വെൽസ് ഫാർഗോ, JP മോർഗൻ, ഗോൾഡ്മാൻ സാക്സ് ഈ ബാങ്കുകളുടെ റിസൾട്ടുകളും അനൗൺസ് ചെയ്തിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. JP മോർഗൻ റിസൾട്ട് അനൗൺസ്മെൻറ്റിന് ശേഷം സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ബാങ്കുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് അമേരിക്കയിലെ മോർഗൻ സ്റ്റാൻലി, ജോൺസൺ, മൈക്രോസോഫ്റ്റ് ഈ കമ്പനികളുടെ Q3 റിസൾട്ട് അനൗൺസ്മെൻറ്റുകൾ വരുന്നുണ്ട്. ഒപ്പം നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $4180.6 പെർ ഔൺസാണ് ഇന്നലെ ഹിറ്റ് ചെയ്ത പുതിയ റെക്കോർഡ് ഹൈ സ്പോട്ട് ഗോൾഡിന്. അതേസമയം ഇന്ന് മോർണിംഗിൽ വീണ്ടും ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $4187.9 പെർ ഔൺസ് ആണെന്ന് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള പുതിയ റെക്കോർഡ് ഹൈ. പക്ഷേ അറൗണ്ട് 8:15 ഇന്ന് മോർണിംഗ് 8:15 $4169 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡിൻ്റെ 2026 ടാർഗറ്റ് $5000 വരെയായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉയർത്തിയിരിക്കുകയാണ്. ബാങ്ക് ഓഫ് അമേരിക്ക, അതുപോലെ തന്നെ സൊസൈറ്റി ജനറാൽ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഗോൾഡിൻ്റെ ടാർഗറ്റ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം ഇന്നലെ സിൽവറും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $53.56 പെർ ഔൺസാണ് സ്പോട്ട് സിൽവർ ഹിറ്റ് ചെയ്തിട്ടുള്ള പുതിയ റെക്കോർഡ് ഹൈ. ഇന്ന് മോർണിംഗിൽ വീണ്ടും 52.25 ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ 8:15 മോർണിംഗിൽ 8:15 $51.8 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഒരു അപ്വേർഡ് മൊമെൻറ്റത്തിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഓവറോൾ സിൽവറിൻ്റെ കാര്യത്തിലും ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2026 $65 പെർ ഔൺസ് വരെ ഉയർന്നേക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ 2 കമോഡിറ്റികളും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും കോപ്പർ, അലുമിനിയം, സിങ്ക് ഈ കമോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ വീക്കാണ്. $62.25 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ 88.79 പെർ ഡോളറിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ലോവർ ലെവലിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. ഒപ്പം IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കാനറ HSBC ലൈഫ് 2.29 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരുന്നു. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇന്നു മുതൽ ഓപ്പൺ ചെയ്യുന്ന ഒരു IPO ഉണ്ട്. മിഡ് വെസ്റ്റ് ലിമിറ്റഡ് ഗ്രാനൈറ്റ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആണ് ഈ കമ്പനി. 70% എക്സ്പോർട്സ് ആണ്. ബ്ലാക്ക് ഗ്രാനൈറ്റുകളാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളൊരു കമ്പനി കൂടിയാണ്. പ്രൈസിങ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഹയർ പ്രൈസിംഗ് ആണ്. എന്നിരുന്നാലും ഒരുപക്ഷെ 10-20% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. $1065 പെർ ഷെയർ ആണ്. ഫേസ് വാല്യൂ $5 മെയിൻ ബോർഡ് IPO ആണ്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ് മിഡ് വെസ്റ്റ് ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുള്ള Q2 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ICICI ലംബാർഡ്, അതുപോലെ തന്നെ പേഴ്സിസ്റ്റൻറ്റ് സിസ്റ്റംസ്, IREDA, തൈറോകെയർ ഈ കമ്പനികളെല്ലാം തന്നെ Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിരിക്കുന്ന ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഒപ്പം തൈറോകെയർ 2:1 ബോണസും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇൻ്ററിം ഡിവിഡൻഡ് $7 പെർ ഷെയറും അനൗൺസ് ചെയ്തിട്ടുണ്ട്. തൈറോകെയറിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് റിയാക്ഷനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം ICICI ലംബാർഡ്, പേഴ്സിസ്റ്റൻ്റ്, IREDA ഓൾറെഡി ഇന്നലെ തന്നെ ഒരു അപ്വേർഡ് ട്രാജക്ടറിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നൊരു പോസിറ്റീവ് മൊമെൻറ്റം കാണിക്കാനുള്ള സാധ്യതകളുണ്ട്.
ഇൻഫോസിസിൻ്റെ റിസൾട്ടാണ് വരുന്നത്. ഇൻഫോസിസ് ഇന്നലെ 14,137 കോടി രൂപ വരെ 15 വർഷത്തേക്കുള്ള ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. UK നിന്നാണ്, പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്കയിലേക്കുള്ള പോസ്റ്റൽ സർവീസസ് ആരംഭിച്ചിരിക്കുകയാണ്. പോസ്റ്റൽ സർവീസസിലെ അഡീഷണൽ താരിഫ് ഒന്നും വരുന്നില്ല എന്നുള്ള ഒരു അഷുറൻസിന് ശേഷമാണ് ഇന്നു മുതൽ അമേരിക്കയിലൊക്കെയുള്ള പോസ്റ്റൽ സർവീസസ് എല്ലാം തന്നെ ഇന്ത്യ ആരംഭിക്കുകയാണ്. ഒപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളത് കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ICICI ബാങ്ക്, അതോടൊപ്പം തന്നെ ആസാദ് എഞ്ചിനീയറിങ്, KRBL, ഒപ്പം ശക്തി പമ്പ്സ്, നെസ്കോ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എൻറ്റേണൽ, HDFC ബാങ്ക്, ഈ സ്റ്റോക്കുകളും ആഡ് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ. അതേസമയം ആക്സിസ് ബാങ്ക്, മാരുതി, ട്രെൻഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, മാരിക്കോ, NTPC, ICICI ലൊംബാർഡ്, ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു റിഡക്ഷൻ, ഹോൾഡിങ്ങിലൊക്കെ റിഡക്ഷനും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസുകളെല്ലാം തന്നെ അതാത് സ്റ്റോക്കുകൾ അതിൻ്റേതായ ചെറിയ ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അഡാനി വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസസാണ് അഡാനിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അഡാനി എൻ്റർപ്രൈസസും അതുപോലെ തന്നെ ഗൂഗിളും കൂടിയാണ് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ ആരംഭിക്കാൻ പോകുന്നത്. ആന്ധ്രയിലെ വിശാഖപട്ടണത്താണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ് അഡാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ച്. അഡാനിയുടെ ഒരു സബ്സിഡിയറി ഓൾറെഡി ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലുണ്ട്. ലോങ് റണ്ണിൽ അഡാനിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. $15 ബില്യൺ ആണ് ഈ പ്രൊജക്റ്റ് കോസ്റ്റ് വരുന്നത്. ഗൂഗിളിൻ്റെ അമേരിക്ക കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയൊരു ഡാറ്റാ സെൻ്ററാണ് ഇന്ത്യയിൽ തുടങ്ങാൻ പോകുന്നത്. സ്വാത്വിക് ഗ്രീൻ എനർജിയുടെ സബ്സിഡിയറി 689 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിരുന്നൊരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ കരാരോ ഇന്ത്യ ലിമിറ്റഡ് TI ക്ലീൻ മൊബിലിറ്റിക്ക് ഇലക്ട്രിക് വെഹിക്കിളിനുള്ള ഈ ട്രാൻസ്മിഷൻ സിസ്റ്റംസ് നൽകാനുള്ള, ട്രാൻസ് ആക്സിൽസ് നൽകാനുള്ള ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. 17.5 കോടി രൂപയാണ്. ഇറ്റാലിയൻ ബേസ്ഡ് കമ്പനിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഈ ന്യൂസിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. ബൊറാന വീവ്സ് ഒരു കപ്പാസിറ്റി എക്സ്പാൻഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മെയ് മാസത്തിൽ IPO വന്ന ഒരു കമ്പനിയാണ് ബൊറാന വീവ്സ്. ഒപ്പം ഇന്ന് Q2 റിസൾട്ടുകൾ വരുന്നുണ്ട്. HDFC ലൈഫ്, IRFC, ആക്സിസ് ബാങ്ക്, HDFC AMC, HDFC IMC ബോണസ് അനൗൺസ്മെൻറ്റും ഉണ്ട്. HDB ഫിനാൻഷ്യൽ സർവീസസ്, L&T ഫിനാൻസ്, KEA ഇൻഡസ്ട്രീസ്, ഡെൽറ്റ കോർപ്പ്, ഹെറിറ്റേജ് ഫുഡ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ക്വിക്ക് ഹിൽ ടെക്നോളജീസ്, ഏഞ്ചൽ വൺ, ഈ കമ്പനികളുടെയൊക്കെ റിസൾട്ടുകളും Q2 റിസൾട്ടുകളും വരുന്നുണ്ട്. മിതാനി 306 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഡിഫൻസിൽ നിന്നാണ്. 2212 കോടി രൂപയായിട്ട് മിതാനിയുടെ ഓർഡർ ബുക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും സെല്ലേഴ്സാണ് 1508.53 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 3661.13 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് റോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ LT ഫുഡ്സ് ഹംഗറിയിലെ ഒരു കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. യൂറോപ്പിൽ വീണ്ടും LT ഫുഡ്സിൻ്റെ പ്രസൻസ് കൂട്ടാണ്. ഒപ്പം ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ഫിനാൻസ് മിനിസ്ട്രിയിൽ. PSU ബാങ്കുകളാണ് ഔട്ട് പെർഫോം ചെയ്യുന്ന പ്രൈവറ്റ് ബാങ്കുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ഗ്രോത്തിൽ. വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള സർവൈലൻസ് മെത്തേഡുകളാണ് PSU ബാങ്കുകൾ യൂസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, PNB, ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, ഇത്തരത്തിലുള്ള PSU ബാങ്കുകളെ സംബന്ധിച്ച് ഓല ഇലക്ട്രിക്കൽ അവർ വീണ്ടും ഒരു ന്യൂസ് ഫ്ലോസിലേക്ക് വരികയാണ്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും ഓല ഇലക്ട്രിക്കലിന് ഓൾറെഡി 4680 ഭാരത് സെൽ ടെക്നോളജിക്കുള്ള പ്ലാന്റ് ഉണ്ട് തമിഴ്നാട്ടിൽ. ഇത് അവർ വീടുകൾക്കും മറ്റ് ബിസിനസ്സസിനും ആവശ്യമായിട്ടുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. പോസിറ്റീവ് ന്യൂസാണ് ഓല ഇലക്ട്രിക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ
GST റിഡക്ഷന് ശേഷം നോക്കുകയാണെങ്കിൽ മാരുതിയുടെ ബുക്കിംഗ് 4 ലക്ഷം കടന്നിരിക്കുകയാണ്. ബുക്കിംഗ് വണ്ടികൾക്കുള്ള ബുക്കിംഗ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വന്നിട്ടുള്ള എൻട്രി ലെവൽ കാറുകൾക്കാണ്. GST റിഡക്ഷന് മുമ്പ് 16.7% ആയിരുന്നു എൻട്രി ലെവൽ കാറുകളുടെ അവരുടെ ഗ്രോത്ത് ഉണ്ടായിരുന്നു. പക്ഷേ GST റിഡക്ഷന് ശേഷം 21.5% ഉയർന്നിരിക്കുകയാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് മാരുതിനെ സംബന്ധിച്ചും ഒപ്പം മറ്റെല്ലാ ഓട്ടോമൊബൈൽ കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണുള്ളത്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസുകൾ. വളരെ കോഷനോടുകൂടി മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഗ്ലോബലി താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ് തന്നെയാണ് മാർക്കറ്റിലൊരു വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചൈനയും US തമ്മിലുള്ള താരിഫ് വാറ് അഗ്രസീവ് ആവുകയാണ്. എത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റ് വരിക അല്ലെങ്കിൽ വരാതിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് തീർച്ച പറയാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡിസ്കഷൻസ് ഈ മാസം അല്ലെങ്കിൽ നവംബറോട് കൂടി ഒരു സെറ്റിൽമെൻറ്റിൽ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. അതോടൊപ്പം തന്നെ ന്യൂസ് ഫ്ലോസ് വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുക. അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കുക. ഗോൾഡിൻ്റെ കാര്യത്തിലും സിൽവറിൻ്റെ കാര്യത്തിലും ഒരുപക്ഷെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കണ്ടേക്കാം. പക്ഷെ ലോങ് ടൈമിലേക്ക് വീണ്ടും ഈ 2 കമ്മോഡിറ്റികളും മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഇനി IPFA ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി, അതായത് ധാരാളം ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റോക്കുകളും ഡിവിഡൻഡും ഒക്കെ ഗവൺമെൻറ് ഫണ്ടിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഫണ്ടിലേക്ക് എടുത്തു പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ തിരിച്ചു കിട്ടാനായിട്ടുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം ഈ പ്രൊസീജിയേഴ്സ് വളരെ ടഫാണെന്ന് പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് പല എൻറ്റിറ്റികളും ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി ഈ നോംസൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. ഫിസിക്കൽ ഷെയർസ് 5 ലക്ഷം രൂപ വരെയുള്ള ഫിസിക്കൽ ഷെയർസ്, അതുപോലെ തന്നെ 15 ലക്ഷം രൂപ വരെയുള്ള ഡിമാറ്റ് ഷെയർസ്, ഒപ്പം 10,000 രൂപ വരെയുള്ള ഡിവിഡൻഡുകളൊക്കെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. 30 ദിവസത്തിനുള്ളിൽ വളരെ സിംപ്ലിഫൈഡ് ഡിജിറ്റൽ പ്രോസസ്സിൽ കൂടെ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നുള്ള സൗകര്യം ഒരുക്കാൻ പോവുകയാണ്. ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ടാണ് ഇത്തരത്തിൽ എടുത്തു പോയിട്ടുള്ള ഷെയർസ് ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കുമ്പോൾ പല എൻറ്റിറ്റികളും 50-60% വരെ ഷെയറിൻ്റെ വാല്യൂവിൻ്റെ 50-60% വരെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്നു എന്നുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് IPFAയുടെ ഈ മൂവ്. തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. കാരണം ഇപ്പോൾ പല എൻറ്റിറ്റികളും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുതലിട്ടെത്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ ചൂഷണം ചെയ്യുന്നുണ്ട്. അത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഡിസിഷൻ ഗവൺമെൻറ് എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിംപ്ലിഫൈഡ് ഫോർമാറ്റിൽ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്കുകൾ വീണ്ടെടുക്കാനും അതുപോലെ തന്നെ ഡിവിഡൻഡുകൾ വീണ്ടെടുക്കാനുള്ള എല്ലാ ഹെൽപ്പുകളും ഷെയർ വെൽത്ത് ഫ്രാഞ്ചൈസികളുടെ ഓഫീസുകളിൽ നിന്നും ഷെയർ വെൽത്തിൻ്റെ ബ്രാഞ്ചസിൽ നിന്നും ലഭിക്കുന്നതാണ്. അതിനനുസരിച്ച് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് തങ്ങളുടെ അടുത്തുള്ള ഷെയർ വെൽത്തിൻ്റെ ഫ്രാഞ്ചൈസികളിലോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസുകളിലോ ബന്ധപ്പെടേണ്ടതാണ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ വെൽത്താണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഷെയർ വെൽത്തിൻ്റെ ബ്രാഞ്ചസും ഫ്രാഞ്ചൈസികളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റോക്കുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ ബ്രാഞ്ചുകൾക്കും ഫ്രാഞ്ചൈസികളിലും ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.